ഹലോ. എന്താടാ എന്താടാ ഇന്ന് നേരത്ത്? നൈറ്റ് ഷിഫ്റ്റാടാ, പെട്രോളിങ്ങിലാ. നീ ഉറക്കത്തിലായിരിക്കും അല്ലേ? ഈ നേരത്തെ കടലിൽ കുളിക്കാൻ പോകുന്നൊക്കെ ഓർമ്മയുണ്ടാ? ഇവിടെ ഈ അട്ടയുടെയും ചീവിടിൻ്റെ ഇടയിൽ കിടന്ന് മടുത്തടാ. ഞാൻ അങ്ങ് വരിക. ഈ ശനിയാഴ്ച എന്താ പരിപാടി? എന്താടാ? നമുക്കൊന്ന് കൂടിയാലോ? ഈ മോദിനെ ഞാൻ വിളിച്ചു, അവൻ ഓക്കെയാ. നീയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അതെ, ഞാൻ ഒരു നൈസ് പരിപാടി സെറ്റാക്കിയിട്ടുണ്ട്. മാനിറച്ചി. നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ആരും അറിയരുതേ, തലപോണ കേസാ. ഹലോ ഹലോ. NRG നല്ല നേതാവായിരുന്നു. തത്വങ്ങളൊക്കെ പറഞ്ഞ് ജീവിതം തീർന്നു. 5 പൈസ ഉണ്ടാക്കിയിട്ടില്ല. അനന്തു, പറയുന്നത് കേട്ടിട്ട് അവനിങ്ങോട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും കുഴപ്പമാണ്. അവനെങ്ങനെ ഉണ്ടായിരുന്നു പെരുമാറ്റമൊക്കെ? ഒന്നും സംഭവിക്കാത്ത പോലെ. പക്ഷേ അവൻ്റെ മനസ്സിലെന്തോ ഉണ്ട്, അതുറപ്പാ. നീ ഇങ്ങനെ എത്ര നാൾ അവനെ പേടിച്ച് നടക്കും? എപ്പോഴാണേലും അവൻ വന്നു കഴിഞ്ഞാൽ നിന്നെ വെച്ചേക്കുവോ? ഇതിപ്പോൾ അവനായിട്ട് കൊണ്ട തന്നാ മാൻവേട്ട്. അവനുള്ള പണി അവൻ തന്നെ കൊണ്ട തന്നിരിക്കുക. മാനിറച്ചി. മിനിമം ഒരു 6 വർഷമെങ്കിലും അവനകത്ത് കിടക്കും, പ്ലാൻ വർക്കായാൽ. അവൻ വിളിച്ചതല്ലേ, നീ പോണം. അവിടെ സംഭവമൊക്കെ റെഡിയാവട്ടെ, പക്ഷെ നീ കഴിക്കരുത്. അവനെ നമുക്ക് പൂട്ടണം, രാത്രിക്ക് രാത്രി. ആ ഇമോദ് വരുന്നുണ്ടല്ലേ, അവനതൊന്നും അറിയരുത്. പിന്നെ നീയും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോയാൽ മതി, പഴയ പോലെ. അമ്മ ഇമോദില്ലേ? ഇല്ല, പുറത്തേക്ക് പോയി. എപ്പോഴും പറഞ്ഞായിരുന്നാ? ഒന്നും പറഞ്ഞില്ല. എന്താണ് ചോദിച്ചിട്ടാ? വേഷം കൊടുക്കണല്ലോ. എന്താ വേഷം? സർക്കാരിന് ആനുകൂല്യം കിട്ടാൻ വേണ്ടി വരുമാനം താത്തി കാണിക്കും. എന്നിട്ട് ലോണിന് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു സമ്മതിക്കില്ല. അപ്പോൾ വരുമാനം കൂട്ടി കാണിക്കണം. എന്തിനാണ് താവച്ചേട്ടാ? ഇത് മതി. പിന്നെ ഞാൻ തിങ്കളാഴ്ച പോയിട്ട് വന്നിട്ട് വില്ലേജ് കാണാം കേട്ടോ. അമ്മ, എന്താടാ? ഞാൻ ഇറങ്ങാം. ഇന്ന് ലോഡൊക്കെ പോണ്ട ദിവസല്ലേ? അത് തിങ്കളാഴ്ച പോയാലും മതിയെന്നേ. ദേ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ പണം വെച്ച് തുടങ്ങിയതാണ്, മറക്കണ്ട. എന്തേ നോക്കണ്ട, ആ കോളിച്ചക്കന്റെ വാല തൂങ്ങി കുറെ നാൾ നടന്നതല്ലേ. എന്നിട്ട് അവൻ സർക്കാർ ജോലി മേടിച്ച് വിടുക്കനായി. എനിക്കും കിട്ടിയാനേ സർക്കാർ ജോലി. നിങ്ങൾ പേരിന്റെ അറ്റത്ത് വാലില്ലാത്ത ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു.